വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ നമ്മളെ സുഹൃത്തുക്കളുടെ ഒരു പരാതി അനുസരിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പരാതി മറ്റൊന്നുമല്ല ഉസ്താദെ, ജോലിയുണ്ട്, അതുപോലെ തന്നെ പണിയുണ്ട്, പക്ഷേ കിട്ടുന്ന ശമ്പളമെല്ലാം 1-2 ആഴ്ചകൾ കൊണ്ട് തീരുന്നു, മാസം അവസാനമാകുമ്പോഴേക്ക് വീണ്ടും കടം വാങ്ങുന്നു. ഇത് തന്നെയാണ് എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? ബറക്കത്തില്ല, അത് തന്നെയാണ് മറ്റു പരിഹാരം, വേറൊന്നുമില്ല. ബറക്കത്ത് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത ഒന്നാണ്, എന്നാൽ നമുക്കത് അനുഭവിച്ചറിയേണ്ടതാണത്. തേങ്ങ പോലെ മാങ്ങ പോലെ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒന്നാണ് ബറക്കത്ത്, പക്ഷേ അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ട് ഒരു മാസം വളരെ സുന്ദരമായിട്ട് കിട്ടുന്ന സാലറിക്കനുസരിച്ചുള്ള ഒരു റാഹത്തുള്ള ജീവിതം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ സാലറിയിൽ കിട്ടുന്ന സമ്പത്തിൽ ബറക്കത്തുണ്ട് എന്ന് പറയാം. കിട്ടുന്ന ശമ്പളം ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് തീരുന്നുണ്ടോ? വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥയാണോ? ബറക്കത്തില്ല എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ കിട്ടുന്ന ശമ്പളത്തിൽ അവന് ബറക്കത്തില്ല, സമ്പത്തിൽ ബറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണത്. കിട്ടുന്നത് കൊണ്ട് തികയുന്നില്ല. ബറക്കത്തുണ്ട് എന്നത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവൻ്റെ മനസ്സ് പാകപ്പെടുന്നുണ്ടോ? കിട്ടുന്നത് കൊണ്ട് അവൻ തൃപ്തിപ്പെടുന്നുണ്ടോ? അത് എന്താണെങ്കിലും, വസ്ത്രമാണെങ്കിലും, അവന് കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും, കിട്ടുന്ന സാലറി ആണെങ്കിലും, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മുടെ മനസ്സിന് കഴിയുന്നുണ്ടെങ്കിൽ അതിൽ അവന് ബറക്കത്തുണ്ട്. നമ്മുടെ ബറക്കത്തില്ലായ്മ കൂടുതലായി തുടങ്ങിയത്, അഥവാ ഈ പറയപ്പെട്ട പരാതി കൂടുതലായും വരാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഒരു 2-3 വർഷമായി. അഥവാ ബാങ്കിൽ നിന്ന് നമ്മളൊക്കെ ക്രെഡിറ്റ് കാർഡുകൾ എന്നു മുതലാണോ നമ്മുടെ പോക്കറ്റിലേക്കും പേഴ്സിലേക്കും വന്നു തുടങ്ങിയത്, അന്ന് നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെട്ടു. ക്രെഡിറ്റ് കാർഡുകൾ നമുക്കുണ്ടാക്കിയ വലിയ ഒരു ദുശ്ശീലം എന്ന് വെച്ചാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ വാങ്ങിക്കൂട്ടുക. ഇതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കി തീർത്ത ഒരു സിസ്റ്റമാണ് ക്രെഡിറ്റ് കാർഡുകൾ. ബാങ്കുകൾക്ക് അതുകൊണ്ട് വലിയ ലാഭമുണ്ടായിരിക്കും. ഈ 10,000-ഉം 15,000-ഉം തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഒരിക്കലും തന്നെ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്ത് വേണോ? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പേഴ്സിൽ കിടക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ എടുത്ത് വലിച്ചെറിയുക. ഡെബിറ്റ് കാർഡുകളായിരുന്നു ആദ്യം നമുക്കുണ്ടായിരുന്നത്. അഥവാ നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ വലിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡുകൾ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പണം കൊണ്ട് നമ്മൾ പലതും വാങ്ങിക്കൂട്ടുന്നു. പിന്നീട് അത് തിരിച്ചടക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് വലിയൊരു ദുരന്തം തന്നെയാണ് സമ്മാനിച്ചത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അതെടുത്ത് വലിച്ചെറിയുക. നല്ല ഒരു ബറക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ, സമാധാനം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്തിൽ, കുടുംബത്തിലൊക്കെ നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കാൻ കുടുംബ ബന്ധം നിങ്ങൾ പുലർത്തുക. നമ്മുടെ കുടുംബക്കാരുടെ അടുക്കലേക്ക്, അവരുടെ വീട്ടിലേക്ക് ഇടക്കിടക്കൊന്ന് പോവുക. ഇന്ന് എല്ലാ സൗകര്യവും നമുക്കുണ്ട്. വീടിൻ്റെ തൊട്ട് മുന്നിലൂടെ ബസ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൻ്റെ കാർ പോർച്ചിൽ തന്നെ നല്ല വാഹനങ്ങളുണ്ട്. പക്ഷേ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. എല്ലാവർക്കും നല്ല സൗകര്യമുണ്ട്, നല്ല കാറുണ്ട്, മറ്റുള്ള വാഹനങ്ങൾ, വില കൂടിയ വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മാസത്തിൽ ഒരു തവണയെങ്കിലും തൻ്റെ കുടുംബങ്ങളോടൊക്കെ ഒന്നിച്ചുകൊണ്ട് തൻ്റെ മാതാപിതാക്കൾ, ഉപ്പയുടെ കുടുംബത്തിലേക്കോ ഉമ്മയുടെ കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കുടുംബങ്ങളിലേക്കോ ഒന്ന് വിസിറ്റ് ചെയ്ത് വരാൻ നമുക്ക് സമയമില്ല. അതും ബറക്കത്ത് നഷ്ടപ്പെടാൻ വലിയ ഒരു കാരണമായി തീർന്നു. നമുക്കൊന്നിനും സമയമില്ലാത്തൊരവസ്ഥ. ഭാര്യയും നേരം വെളുത്താൽ പോകുന്നു, മക്കളും നേരം വെളുത്താൽ പോകുന്നു, അതുപോലെ തന്നെ ഭർത്താവ് നേരം വെളുത്താൽ ജോലിക്ക് പോകുന്ന വീട്, പിന്നെ വീട് ഉറങ്ങിക്കിടക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു ഒഴിവുള്ള സമയങ്ങളിൽ എല്ലാവരും ചെയ്യുന്നത് ഹോട്ടലുകളിലേക്കാണ് പോകുന്നത്. അവിടെ എന്ത് കുടുംബം എന്താ ഉള്ളത്? കാര്യമായിട്ട് ഇന്ന് പോകുന്നത് പുറത്തേക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുക്കുന്നത് ഹോട്ടലിലേക്ക് ഔട്ടിങ്ങിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതല്ല വേണ്ടത്. നമ്മൾ ശരിക്കും കുടുംബ ബന്ധങ്ങളിൽ ചേർക്കുമ്പോഴേ നമുക്ക്
അതുകൊണ്ട് നമുക്ക് ബറക്കത്തും ലഭിക്കും, അതുപോലെ തന്നെ നമുക്ക് ദീർഘായുസ്സും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ബറക്കത്ത് ലഭിക്കാനുള്ള മറ്റൊരു മാർഗം, പഴയ കാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രായമായ കാരണവന്മാരോട് ചോദിച്ചാൽ മനസ്സിലാകും, നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണോ ആദ്യം കിട്ടുന്നതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ മദ്രസയിലേക്കോ പള്ളിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും യതീംഖാനകളിലേക്കോ അതിൽ നിന്ന് ആ അല്പം നമ്മൾ കൊടുക്കുക, സദഖ ചെയ്യുക. പഴയ കാലം മുതൽക്കുള്ളൊരു കാര്യമായിരുന്നു. പല ആളുകളും പറയുന്നത് കേൾക്കാം, അവരൊക്കെ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് കൃഷി ഇറക്കി അതിൽ നിന്ന് കിട്ടുന്ന വിളവിൽ നിന്ന്, അത് ചിലപ്പോൾ പഴക്കൊലയായിരിക്കാം, നെല്ലായിരിക്കാം, എന്ത് കിട്ടിയാലും അതിൽ നിന്ന് സ്വല്പം, അത് ചിലപ്പോൾ അരി, നെല്ല് അങ്ങനെ തന്നെ ചിലപ്പോൾ തൊട്ടടുത്തുള്ള പള്ളിയിലേക്കോ മദ്രസയിലേക്കോ യതീംഖാനയിലേക്കോ കൊടുക്കുമായിരുന്നു. ഇല്ലെങ്കിൽ അത് വിറ്റിട്ട് കിട്ടുന്ന പണത്തിൽ നിന്ന് സ്വല്പം ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുക. നമ്മളൊക്കെ ഇപ്പോൾ ഒരു ജോലി ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കി മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ജോലി ഒഴിവാക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് പിരിച്ചുവിട്ട് വേറൊരു പുതിയ ജോലിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ, അവിടെ നിന്ന് ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു 10,000 കിട്ടുന്നതാണെങ്കിൽ 1000 രൂപ, അതിനും വയ്യ ഒരു 500 രൂപയെങ്കിലും നമ്മൾ നമ്മുടെ പള്ളിയിലേക്ക്, അവിടുത്തെ പള്ളി പരിപാലനത്തിൻ്റെ മറ്റും ചെലവുകളിലേക്ക് നമ്മൾ കൊടുക്കുക. ഇല്ലെങ്കിൽ മദ്രസയിലേക്ക്, അവിടുത്തെ ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്കും മറ്റു അനുബന്ധമായ ചെലവുകളിലേക്കും ദീനീയായ സ്ഥാപനങ്ങളിലേക്ക്. നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തൊക്കെ ഒരുപാട് യതീംഖാനകളുണ്ട്. യതീം മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക്, അവിടുത്തെ മക്കളുടെ യതീം മക്കളുടെ ഭക്ഷണത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ശമ്പളത്തിൽ നിന്ന്, ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കുക. വലിയ ബറക്കത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ ചെയ്തു പോന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായും ബറക്കത്തുണ്ടാകും. കാരണം നമ്മുടെ ശമ്പളത്തിൽ നിന്ന് നമ്മൾ യതീംഖാനയിലേക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ആ യതീം മക്കൾ എല്ലാ സ്ഥാപനങ്ങളിലും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ആ മക്കളൊക്കെ കൂട്ടിയിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുത്തെ ഉസ്താദുമാർ ആ സ്ഥാപനത്തിന് വേണ്ടി സഹകരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടാകും. എല്ലാ സ്ഥാപനങ്ങളിലും, മിക്ക സ്ഥാപനം എല്ലായിടത്തും തന്നെ ഉണ്ടെന്ന് പറയാം. ആ മക്കളൊന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് ആ മക്കളൊന്ന് ആമീൻ പറഞ്ഞാൽ അതിലും വലിയ ബറക്കത്ത് നമുക്ക് വേറെ എന്താ കിട്ടാനുള്ളത്? അതൊന്ന് നമ്മൾ ചെയ്യണം. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും കൊടുക്കണമെന്നല്ല പറഞ്ഞത്. അതിന് കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഇതുപോലെയുള്ള സ്ഥാപനത്തിലേക്ക്, ദീനീയായ സംരംഭത്തിലേക്ക് ഒരു തുക എല്ലാം കൂടെ കൊടുക്കണമെന്നല്ല പറഞ്ഞത്. കിട്ടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവിന് ബാക്കി വെച്ചിട്ട് ബാക്കി കിട്ടുന്ന ഒരു സംഖ്യ അതിലേക്ക് കൊടുക്കുക. തീർച്ചയായും ബറക്കത്തുണ്ടാവും. ആ മക്കൾ ദുആ ചെയ്യുമ്പോൾ, ഉസ്താദുമാർ ദുആ ചെയ്ത് ആ യതീം മക്കൾ ആമീൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ആ സ്ഥാപനത്തിലേക്ക് ഒരു 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ മക്കൾ ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പറയുമ്പോൾ ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ടുള്ള ആമീൻ ദുആയിലടക്കം നിങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ സ്ഥാപനത്തിന് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമ്പോൾ ആ മക്കൾ ആമീൻ പറയുമ്പോൾ അതിൽ നിങ്ങളും ഉൾപ്പെടുകയാണ്. എന്നോ കാലത്ത് കൊടുത്ത പൈസയായിരിക്കും, പക്ഷേ നമുക്ക് പിന്നെയും നമുക്ക് ദുആ ലഭിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മൾക്ക് കിട്ടുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലിയും അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ കിട്ടുന്ന ശമ്പളത്തിലും കൂലിയിലുമൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.